ഇടി അച്ഛൻ അവിടെ വയ്യാണ്ടിരിക്കുവാ. നീ കുറെ നേരമായില്ല ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെ വിളിക്കാന്ന് പറഞ്ഞ ഇതുവരെ വരാൻ സമയം കിട്ടില്ലേ? ഡി ആ ചേട്ടൻ വന്നോണ്ടിരിക്കുകയാണ്. പിന്നെ നീ കൂടുതൽ ഉത്തരവാദിത്വം ഒന്നും കാണിക്കാൻ വരണ്ട. എന്റെ അച്ഛന്റെ കാര്യം നോക്കെ എനിക്കറിയാം. അന്തോടി അങ്ങനത്തെ ഒരു ടോക്ക് നിന്റെ അച്ഛനൊക്കെ? എന്ത് 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 അന്തോടി അങ്ങനെ നിന്റെ അച്ഛൻ നമ്മളെന്തോന്ന്? എന്റെ അച്ഛനല്ലേ അത്? എന്റെ അച്ഛനാണ്. ഒരു ആവശ്യം വന്നപ്പോ ഉപകാരപ്പെട്ടത് ഈ ഞാനാണ് കേട്ടാ, നീ അല്ല. എടി ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവരുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ പരിചയകാര്യത്തിലും ഉണ്ട് അവരൊക്കെ കേട്ടോ. ഉണ്ട് ഉണ്ടോ എടി, ആവശ്യത്തിന് ഉപകാരപ്പെടുന്ന ഫ്രണ്ട്സിനെ കൂടെ നിർത്തിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒരു യൂസും ഇല്ല. പിന്നെ അയ്യോ നിരഞ്ജൻ ചേട്ടൻ വലിയ വീടാണ്. എന്തോ അത്ര സന്തോഷിക്കണല്ലേ? ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം. ഹായ്. അച്ഛനാ? അച്ഛനകത്തുണ്ട്. നമുക്ക് അകത്തിരുന്നാലോ? നമുക്ക് അച്ഛനൊന്നും ചികിത്സിക്കണ്ടേ? ഇതാരാ ഈ ബൊമ്മക്കുട്ടി? എന്റെ അനിയത്തിയാ. ട്രീറ്റ്മെന്റ് ചെയ്യണ്ടേ? പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യണം. കൊള്ളാം കേട്ടോ. വേഗം വരും. അച്ഛൻ എവിടെ ഇരിക്കുവാ? അകത്തുണ്ട് ഇപ്പൊ വരാവേ. നീ എന്തോ പറഞ്ഞു? അതെ, നീ വച്ചിരിക്കുന്ന ഈ പേട്ട കണ്ണാടി ഉണ്ടല്ലോ, അതിന്റെ കുഴപ്പമാണ്. അതാണ് കാണുന്നില്ല നിനക്ക് മഞ്ഞായിട്ട് തോന്നുന്നത് കേട്ടാ. എന്റെ പ്രായത്തിന്റെ കുഴപ്പമല്ല, അതെന്തോ ഇളക്കം. ഇളക്കാരെന്ന് മനസ്സിലായി. ചേട്ടാ ഇതാ വരുന്നു. കൂടെ ഒരു ഭ്രാന്തല്ലേ? അച്ഛാ, ഇത് എന്റെ ഫ്രണ്ടിന്റെ ബ്രദറാണ് നിരഞ്ജൻ. നമസ്കാരം. നമസ്കാരം. പുള്ളിയെ ഞാനല്ലേ അറിയാ. അതെ അച്ഛാ, പുള്ളിയെ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അച്ഛനെ കാണാൻ വേണ്ടിട്ട് വന്നു. എന്നെ കാണാനാ? മക്കളെ, ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയാണ്. സൈക്കാട്രിസ്റ്റ് റിങ്കി പറഞ്ഞു അങ്കിൾ വണ്ടിയിൽ നിന്ന് വീണെന്നോ, ഇപ്പൊ ചെറിയ പരിക്കുകൾ ഉണ്ടെന്നോ, ജസ്റ്റ് വന്നൊന്ന് കാണാൻ. അത്രേ ഉള്ളൂ. അച്ഛൻ തലയിലൊക്കെ പരിക്ക് കിട്ടിയില്ലേ, അതുകൊണ്ടാ. കാണാൻ ഞാൻ ദുബായില് ബുർജ് ഖലീഫ. ഇത് തന്നെ പ്രശ്നം. ഇത് തന്നെയാണ് പ്രശ്നം. അല്ല, ബുർജ് ഖലീഫ അല്ലേ അങ്കിൾ? മനസ്സിലായില്ലല്ലേ? അതായത് അങ്കിൾ നോർമലായിരുന്നു കേട്ടല്ലോ. മക്കളെ അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല അങ്കിൾ, റിങ്കി പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാണാലോ. റിങ്കി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ. വന്നൊന്ന് കാണാലോ, പ്രശ്നമില്ലല്ലോ. നീ കാട്ടില് വേഗം പോത്തുണ്ട്. കാട്ടില് വേഗം പോത്തുണ്ട്. പൊന്നച്ഛ, ഞാൻ ആട്ടുകുട്ടിയൊന്നുമല്ല കാട്ടിൽ മേയാൻ പോവാൻ. ആട്ടിൻകുട്ടിയായിട്ട് തോന്നിയാലും പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല. അല്ല ആശാനെ, അല്ല ഇത് രവി എങ്കിൽ സിമ്പിളാ. എന്തോന്ന് മെന്റലിസ്റ്റ് സിമ്പിളാ. എനിക്ക് കുറച്ച് സമയം തരും പ്ലീസ് അങ്കിൾ. ഇത് കുറച്ചുകൂടെ ഒന്ന് നീക്കാവോ? കാലിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലേ അങ്കിൾ? സമ്മതിക്കില്ല അങ്കിൾ. കുറച്ച് കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും, കുറച്ച് കാര്യം നിങ്ങൾ തിരിച്ചിങ്ങോട്ട് പറ. എന്തോന്നാണ്? അതായത് അങ്കിൾ എങ്ങനെയാ വീണത്? ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണല്ലേ? നല്ല ഐഡിയ. രോഗി അറിയാതെ അയാളോട് തന്നെ രോഗം നിങ്ങൾ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അച്ഛനെ ഹിപ്നോട്ടിസം ചെയ്യാൻ പറഞ്ഞപ്പോ. ഹിപ്നോട്ടിസം ഒന്നും പറയല്ലേ കുട്ടി, അത് നല്ലൊരു ആശയമുള്ള ഒരു ആർട്ടല്ലേ. ശ്രദ്ധിക്കൂ. ഹിപ്നോട്ടിസത്തിന്റെ വേറെ എന്ത് പറയും? അല്ല, ഈ കുട്ടി ആരാന്ന് പറഞ്ഞ തന്നെ? ഇത് എങ്ങനെയോ എന്റെ അനിയത്തിയായി പോയി. വഴക്കുണ്ടാക്കാൻ നേരമില്ല. അങ്കിൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ പോയിന്റ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. കാണുന്നില്ലേ ഇവിടെ? അങ്കിൾ ഉറങ്ങുകയാണ്. നല്ല സുഖമായി അങ്കിൾ ഉറങ്ങുകയാണ്. ഉറങ്ങി വീഴാറായി. ഇപ്പൊ അങ്കിൾ ഉറങ്ങി വീഴും. നിങ്ങൾ എവിടെ കിടന്ന് ഉറങ്ങണം? വർക്കൗട്ടായ അങ്കിൾ ചോദിക്ക്. രവി അങ്കിൾ
പ്രശ്നമൊന്നുമില്ല എനിക്ക് അങ്കിൾ. റിങ്കി സമ്മതിച്ച് നിന്റെ ഫ്രണ്ട് തന്നെ മനസ്സിലായി. എനിക്ക് കോളേജ് വരുമായിരുന്നു, പോണമായിരുന്നു. തോന്നി ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നി. പ്രശ്നമൊന്നുമില്ല, ഇതുപോലെ തന്നെ എടുത്ത് കട്ടിലൊന്ന് കിടത്തിയാൽ മതി. പുള്ളി ഇത് വീണ് പരിക്കൊക്കെ പറ്റിയിരിക്കുക. ഒന്നിറങ്ങട്ടെ, ഉറങ്ങി എണീക്കുമ്പോ എല്ലാം ശരിയാവും. ഞാൻ പോയിട്ട് വരട്ടെ. പറഞ്ഞോന്നില്ല പൊക്കോ. എന്തുവാടി നിനക്ക്? കണ്ട ഭ്രാന്തന്മാരെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിട്ട് ഇതെന്തോ അങ്ങേര് ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് സൈക്കോളജി. അതിന് എന്നാലും അത്യാവശ്യം മനഃശാസ്ത്രമൊക്കെ അറിയാം. ഇപ്പൊ കണ്ടില്ല അച്ഛൻ ഉറങ്ങിയത്. ഇടി ഉറക്കാനാണ് അങ്ങനെ പിടിച്ചത്. ഉറക്കോളി കറക്കി കൊടുത്തപ്പോ ഒരു മണ്ടിയാണ് നീ. മിണ്ടായി ഉണരുമ്പോ എല്ലാം ശരിയാവുന്നല്ലേ പറഞ്ഞേ. അപ്പൊ നോക്കാം. അച്ഛാ 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 ഉണത്തണ്ട എന്നിട്ട് പാവം. ദൈവമേ, എങ്ങനെയായിരുന്നു എന്റെ അച്ഛനായിരുന്നു. എനിക്ക് എന്റെ അച്ഛനെ എങ്ങനെ രക്ഷിച്ചേ പറ്റൂ. എന്തമ്മാ എന്ത് ശബ്ദം? അതാ നിരഞ്ജൻ ചേട്ടൻ പോയത്. നിരഞ്ജൻ ചേട്ടൻ ഓ മഹാ ഫ്രോഡാണമ്മ അവൻ. എന്തൊക്കെയോ ഉടായ്പ കാണിച്ചിട്ട് അവസാനം എല്ലാം പൊളിഞ്ഞു നടന്നപ്പോ നൈസായിട്ട് അങ്ങ് വലിഞ്ഞവൻ ആണല്ലേ. മക്കളെ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. അച്ഛന്റെ കാര്യം നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങൾ മക്കള് വേണം അച്ഛന്റെ സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കാനായിട്ട്. ഓക്കെ? എന്തമ്മ അങ്ങനെ പറയണേ? ഞാൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവം നമുക്ക് അറിഞ്ഞൂടെ? മക്കളെ, അച്ഛന്റെ അസുഖത്തിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് കുറച്ചു നേരം നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ മണിക്കുട്ടൻ മാമനോട് വരാൻ പറയണം. മാമൻ വന്നിട്ട് അച്ഛനെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആശുപത്രി കൊണ്ടുപോകാൻ അച്ഛൻ എന്താ ശരിക്കും വട്ടാണെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്. മക്കളെ, അതും ഇതും പറഞ്ഞ് നിങ്ങൾ എന്നെയും കൂടെ വട്ട് പിടിപ്പിക്കല്ലേ. ഒരു കാര്യം ചെയ്യേ, ഈ സമയം അച്ഛന് വയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ അച്ഛന്റെ ആരോഗ്യ കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണം. അച്ഛൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുത്താലോ? കൊടുക്കാം. അച്ഛന് ഏറ്റവും ഇഷ്ടം കഞ്ഞി മാങ്ങ അച്ചാറാണ്. അത് ഞാൻ ഉണ്ടായിക്കോളാം. അയ്യടാ, അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടേ കഞ്ഞി നാരങ്ങ അച്ചാറാണ്. ഞാൻ ഉണ്ടാക്കമ്മ. കഞ്ഞി മാങ്ങ അച്ചാറാണ് അച്ഛന് ഇഷ്ടം. കഞ്ഞി നാരങ്ങ അച്ചാറാണ് അച്ഛന് ഇഷ്ടം. അല്ല, കഞ്ഞി മാങ്ങ അച്ചാറാണ് അച്ഛന് ഇഷ്ടം. കഞ്ഞി നാരങ്ങ അച്ചാറാണ് ഇഷ്ടം. അല്ല, കഞ്ഞി മാങ്ങ അച്ചാറും. അല്ലെന്ന് പറഞ്ഞില്ലേ, കഞ്ഞി നാരങ്ങ അച്ചാറും. മാങ്ങ അച്ചാറും. നാരങ്ങ അച്ചാറും. നാരങ്ങ അച്ചാറും. ഏതെങ്കിലും അച്ചാർ വെച്ച് കൂട്. നിങ്ങൾ ഈ സമയത്ത് ബഹളം ഉണ്ടാക്കാൻ നിൽക്കാല്. ഏതെങ്കിലും അച്ചാർ കൊടുത്താൽ മതി. അച്ഛന് കുറച്ച് കഞ്ഞി എടുത്തോണ്ട് വാ. ഞാൻ അച്ഛൻ്റെ അടുത്ത് നോക്കാം. നോക്കിട്ട് വരാം അച്ഛനെ. നാരങ്ങ ഓ